ഹലോ ഗുഡ് മോർണിംഗ്. ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി നെറ്റിന്റെ സൂചിച്ച് ഡിസംബർ സൈക്കിളിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. നമ്മൾ ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ബാക്കി ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. So, okay, arrange the following organizations year of establishment in chronological order. ഏത് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ബേസിസിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നോക്കുക, അത്ര ബുദ്ധിമുട്ടുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ തന്നെയാണ് ആത്മീയ സമാജ്, തിയോസോഫിക്കൽ സൊസൈറ്റി, രാമകൃഷ്ണ മിഷൻ, സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. നമ്മൾ എപ്പോഴും പറയാറില്ലല്ലേ, കുറെയൊക്കെ ഇങ്ങനത്തെ ഓർഗനൈസേഷൻസ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയതിന്റെ വർഷം നിങ്ങൾ ഓർത്തു വെക്കുക. നിങ്ങൾ ഓർത്തു വെക്കുന്ന കാര്യങ്ങൾ വർഷം എന്താണ്, അതാരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അതിന്റെ ഒരു കോർ ഐഡിയ എന്താണ്. കോർ ഐഡിയ ഓർത്ത് വെച്ചാൽ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ മീറ്റിംഗ്സ് നടന്നൊന്നും, കാരണം അത്തരം ക്വസ്റ്റ്യൻസ് നെറ്റിന് വരുന്നത് വളരെ റയർ ആയിട്ടായിരിക്കും. ഏത് മീറ്റിംഗിലാണ് എന്താണ് കുറവായിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ഓർത്ത് വെക്കുക, ഇങ്ങനത്തെ ഓർഗനൈസേഷന്റെ ആണ് പറയുന്നത്. തിയോസോഫിക്കൽ സൊസൈറ്റി, ആത്മീയ സമാജ്, ബ്രഹ്മ സമാജ്, ആത്മസമാജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്തരം സമാജങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഇത്തരം ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക, ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓർത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇതേപോലെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് ഏത് വന്നതിന് ശേഷമാണ് ഏത് വന്നിട്ടുള്ളത്, അത്തരത്തിലെങ്കിലും ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ഇവിടെ നോക്കിയാൽ ആത്മീയ സമാജ് ഉണ്ട്, തിയോസോഫിക്കൽ സൊസൈറ്റി ഉണ്ട്, രാമകൃഷ്ണ മിഷൻ ഉണ്ട്, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഉണ്ട്. ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഇത് തന്നെയാണ്. ഇത് ആക്ച്വലി ABCD എന്നുള്ള തന്നെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നോക്കിയേ, ആത്മീയ സമാജ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇതാക്കിയിട്ടുള്ളത്. ബ്രഹ്മ സമാജ് വേറുണ്ട് കേട്ടോ, രാജാറാം മോഹൻ റായ് കൊണ്ടുവന്നിട്ടുള്ള, രാജാറാം മോഹൻ റായ് കൊണ്ടുവന്നിട്ടുള്ള ബ്രഹ്മ സമാജിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ആത്മസമാജ് അല്ലെങ്കിൽ ആത്മീയ സമാജും ബ്രഹ്മ സമാജും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് 1849. തിയോസോഫിക്കൽ സൊസൈറ്റി ആരായിരുന്നു? HB ബ്ലവത്സ്കി ആണ്, അല്ലെങ്കിൽ കേണൽ ഓൾക്കോട്ട് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. 1875 കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെന്താ, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെയാണ് 1905 കൊണ്ടുവന്നിട്ടുള്ളത്. രാമകൃഷ്ണ മിഷൻ കൊണ്ടുവന്നിട്ടുള്ള സ്വാമി വിവേകാനന്ദ 1897. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഓർഡർ എങ്ങനെയുണ്ടായിരുന്നു? ആത്മീയ സമാജ് വന്നു, പിന്നെ തിയോസോഫിക്കൽ സൊസൈറ്റി വന്നു, രാമകൃഷ്ണ മിഷൻ വന്നു, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി വന്നു. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഫാക്ച്വൽ ആണ്, ഓർത്ത് വെക്കുക. എന്താണ് ഇവരുടെ കോർ ഐഡിയ അല്ലെങ്കിൽ ബേസ് ഐഡിയ എന്താണെന്നുള്ളത് എന്താണെന്ന് നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശരി. അടുത്ത് നോക്കിക്കേ, ദ ഏർലിയർ നെയിം ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTOന്റെ ഏർലിയർ നെയിം, മുന്നത്തെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. UNIDO, GATT, OECD, അതേപോലെ UNCTAD, ഗാട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, GATT, ഗാട്ട്. ആക്ച്വലി WTOന്റെ ആദ്യത്തെ നെയിം എന്ന് പറയുന്നത് ഗാട്ടാണ് കേട്ടോ. GATT എന്ന് പറയുന്നതാണ് WTOന്റെ ആദ്യത്തെ നെയിം എന്ന് പറയുന്നത്. ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്, GATT ആണ് വരുന്നത്. 1948 GATT എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗാട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രീ ട്രേഡ്, അതേപോലെ തന്നെ താരിഫുകൾ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ പർപ്പസ് ഉണ്ടായിരുന്നത്. പിന്നീട് 1995 നമ്മൾ WTO എന്നുള്ള രീതിയിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പൊ GATTയുടെ റൂളിന്റെ കൂടെ, അല്ലെങ്കിൽ GATTയുടെ അതുവരെ ഉണ്ടായിരുന്ന റോളിന്റെ കൂടെ എന്തും കൂടെ ആഡ് ആയി, ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസസ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, IPR കൂടെ എന്തിന്റെ കൂടെ ആഡ് ആയിട്ടുണ്ട്, WTO വന്ന സമയത്ത് ആഡ് ആയിട്ടുണ്ട്. ഇതും കൂടെ കവർ ചെയ്യുന്ന രീതിയിലാണ് WTO വന്നിട്ടുണ്ടായിരുന്നത്. 1995 അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് WTO വരുന്നത് കേട്ടോ. ഓക്കെ, ഫാക്ച്വൽ ആണ്, പക്ഷെ അത്ര ബുദ്ധിമുട്ടുള്ളല്ല. കാരണം WTOനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് GATTയും കൂടെ അറിയുന്നുണ്ടായിരിക്കും. കാരണം GATTനെ റീപ്ലേസ് ചെയ്തിട്ട് WTO, നമ്മള് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് വന്ന ഏതാണെന്നാ പറയുന്നത്, നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ നീതി ആയോഗ് പഠിക്കുന്നവർക്ക് അറിയാം എന്ത്, പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും നീതി ആയോഗ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇത് വേറെ ഇതിന് നിങ്ങൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പഠിക്കുകയാണെങ്കിലും ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും എന്ത് പഠിച്ചു വെച്ചിരിക്കണം, അതിന് മുന്നേ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷനെ റീപ്ലേസ് ചെയ്ത് വന്നാണോ, റീനെയിം ചെയ്ത് വന്നാണോ എന്ന് കൂടെ നോക്കണം. ചിലത് റീനെയിം ചെയ്യും അല്ലെ, റീപ്ലേസ് ചെയ്യായിരിക്കില്ല, പേര് മാറ്റിയായിരിക്കും ചെയ്യുക. വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻ കൂടി ഇതിന്റെ കൂടെ ലയിച്ചിട്ട് പേര് മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ റീപ്ലേസ്മെന്റോ റീനെയിമിങ്ങോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ, ബ്രോഡ് ബാൻഡിങ്. സിമ്പിൾ ആണ്, ബ്രോഡ് ബാൻഡിങ്. ആ വാക്ക് തന്നെ കിട്ടും നിങ്ങൾക്ക്, ബ്രോഡ് ബാൻഡിങ്. അത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. കംപ്രഷൻ ഓഫ് ഹൈറാർക്കി ഓഫ് പേ ഗ്രേഡ്സ് ഇൻടു സ്മോളർ വൈഡ് ബാൻഡ്സ്, ചെറിയ വൈഡ് ബാൻഡ്സിലേക്ക് കംപ്രസ് ചെയ്യുന്നു. ഇൻക്രീസ് ഇൻ ഹൈറാർക്കി ഓഫ് പേ ഗ്രേഡ്സ്, പേ ഗ്രേഡ്സിന് ഇൻക്രീസ് ചെയ്യുന്നു. കുറേ ഹൈറാർക്കി ഓഫ് പേ ഗ്രേഡ്സ് ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേ സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3, സ്കെയിൽ 4, സ്കെയിൽ 5, സ്കെയിൽ 6, അങ്ങനെ സ്കെയിൽ 1.5, 2.5, അങ്ങനെ കുറേ സ്കെയിൽസ് ഉണ്ടാക്കി വെക്കുന്നു. റീഡിസൈനിങ് ഓഫ് വർക്ക് എൻവയോൺമെന്റ് റീഡിസൈൻ ചെയ്യുന്നത് തന്നെയാണ് ബ്രോഡ് ബാൻഡിംഗ് എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിഡക്ഷൻ ഓഫ് ഓർഗനൈസേഷണൽ ലെവൽസ്, ഫംഗ്ഷൻസ് ആൻഡ് ജോബ് റോൾസ്, ഓർഗനൈസേഷണൽ ലെവൽസ് എല്ലാം റിഡ്യൂസ് ചെയ്യുന്നു, ഫംഗ്ഷൻസ് കുറയ്ക്കുന്നു, ജോബ് റോൾസ് കുറയ്ക്കുന്നു. ഇതിലെ വേർഡ്സ് വെച്ചിട്ട് നോക്കിയാൽ പോലും നിങ്ങൾ ഉത്തരത്തിലെത്തണം കേട്ടോ. ബ്രോഡ് ബാൻഡ് എന്തിനാ ഉത്തരത്തിലെത്തുക?
ഫസ്റ്റ് ഓപ്ഷൻ അല്ലെ, കംപ്രഷൻ ഓഫ് ഹൈറാർക്കി ഓഫ് പേ ഗ്രേഡ്സ് ഇൻറ്റു സ്മോളർ വൈഡ് ബാൻഡ്സ് അല്ലെ, സ്മോളർ ആയിട്ടുള്ള വൈഡ് ബാൻഡ്സ് ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് കുറച്ചും കൂടെ അത് അഡ്മിനിസ്ട്രേറ്റീവ് എഫക്റ്റീവ്നെസ് കൂട്ടല്ലേ ചെയ്യുക. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 ഈ മൂന്നിനെയും കൂടി ഞാൻ ഗ്രൂപ്പ് എ എന്ന് പറയുന്ന ഒരു ബാൻഡിലേക്ക് മാറ്റി. 3, 4, 5 ഞാൻ ഗ്രൂപ്പ് ബിയിലേക്ക് എന്ന് പറയുന്ന ഒരു ബാൻഡിലേക്ക് മാറ്റി. സ്കെയിൽ 6, 7, 8 ഞാൻ ഗ്രൂപ്പ് സി എന്ന് പറയുന്ന ഒരു ബാൻഡിലേക്ക് മാറ്റി. അപ്പൊ എനിക്ക് എന്താ, ഇപ്പൊ വലിയ ബാൻഡുകളാണല്ലോ, ഗ്രൂപ്പ് എ എന്ന് പറയുന്ന ഒരു ബാൻഡ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ബാൻഡ് ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു ബാൻഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ബാൻഡുകളാക്കിയിട്ട് എനിക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ്, സ്മോളർ ആയിട്ടുള്ള വൈഡ് ബാൻഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നു. അപ്പൊ ഇതുവഴി എന്താണ് എനിക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, എന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. ഇതിനാണ് ബ്രോഡ് ബാൻഡിങ് എന്ന് പറയുന്നത്. കംപ്രഷൻ ഓഫ് ഹൈറാർക്കി ഓഫ് പേ ഗ്രേഡ്സ്, കുറെ ഹൈറാർക്കി ഓഫ് പേ ഗ്രേഡ്സ് ഉണ്ടാക്കും, ഇതിനെല്ലാം കംപ്രസ് ചെയ്തിട്ട് ഓരോ ബാൻഡിലേക്ക് ആക്കിയിട്ട് മാറ്റുന്നു. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ശരി, ഓക്കെ, അതാണ് ബ്രോഡ് ബാൻഡിങ്. അടുത്ത് നോക്കിയേ, ഫാക്ച്വൽ ആണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കൂടുതലും ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് അല്ലെ. ദ ഫസ്റ്റ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ചാരിറ്റീസ് ഇൻ USA വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, USA ഫസ്റ്റ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ചാരിറ്റീസ് എവിടെയാണ്? USA ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? മസാച്യൂസെറ്റ്സ് 1863 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫാക്ച്വൽ ആണ്, കണക്ട് ചെയ്ത് പഠിക്കാനൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും. ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ഫാക്ച്വൽ ആയിരിക്കും അല്ലെ, ഈ ഇയർ ഓർത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ ഇയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത്, മസാച്യൂസെറ്റ്സ് ഇയറിൽ ചോദ്യമില്ല, എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നേ ചോദ്യമുള്ളൂ. മസാച്യൂസെറ്റ്സ് ആണ്, 1863 ആണ്, അതിന്റെ കൂടെ ക്ലബ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ, ഓർഡർ ആണ്. കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് ഈ ഓർഡറുള്ള ചോദ്യങ്ങൾ കേട്ടോ. അറിയുന്നത് ഫോളോയിങ് ഡിസേർണിബിൾ സ്റ്റേജസ് ഓഫ് കേസ് വർക്ക് ഇൻ കറക്റ്റ് സീക്വൻസ്. കറക്റ്റ് സീക്വൻസിൽ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ലോജിക്കലി ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജസ് അറിയില്ല, സിന്തറ്റിക് ഒരു ഇന്റഗ്രേറ്റഡ് സ്റ്റേജ് അറിയില്ല, അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ സ്റ്റേജ് അറിയില്ല, അതല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ സ്റ്റേജ് അറിയില്ല, അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ഡിസിപ്ലിനറി സ്റ്റേജ് അറിയില്ല, നമുക്ക് വിചാരിച്ചോളൂ. എന്നാലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ച് നോക്കിയേ, ഏത് കഴിഞ്ഞിട്ട് ഏത് വരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുണ്ടോ നോക്കിയാൽ മതി. ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നു, അപ്പൊ നിങ്ങൾ കേസ് വർക്കർ ആയിട്ടിരിക്കണം, കേസ് വർക്കിന്റെ സ്റ്റേജ് ആണ്, നിങ്ങൾ കേസ് വർക്കർ ആണ്, ഒരു വ്യക്തി വന്നു. അപ്പൊ നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ആ വ്യക്തിയുടെ എക്സ്പ്ലോറേറ്ററി ആൻഡ് ഡിസിപ്ലിനറി സ്റ്റേജ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, സ്റ്റഡി ചെയ്യുന്നു. സ്റ്റഡി ആൻഡ് എക്സ്പ്ലോറേഷൻ ഒക്കെ ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ സ്റ്റഡി എന്നുള്ള വേർഡ് കാണാത്തതുകൊണ്ടാണ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കിട്ടാത്തത് അല്ലെ. അപ്പൊ സ്റ്റഡി നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്, എക്സ്പ്ലോറേറ്ററി ആൻഡ് ഡിസിപ്ലിനറി സ്റ്റേജ് നടത്തുന്നു. ശരി, ഇനി സോഷ്യോളജിക്കൽ സ്റ്റേജ് നടത്തുന്നു, ആ വ്യക്തിയുടെ സാമൂഹ്യ പശ്ചാത്തലം നടത്തുന്നു. സാമൂഹ്യ പശ്ചാത്തലം മനസ്സിലാക്കിയാലേ നമുക്ക് സൈക്കോ സോഷ്യൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം സൈക്കോ സോഷ്യൽ നടത്തിയിട്ട് പിന്നെ സോഷ്യോളജിയിലേക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ആദ്യം വ്യക്തിയുടെ സൈക്കോ സോഷ്യൽ, സൈക്കോളജിയും സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ രണ്ടും കണക്ട് ചെയ്തിട്ടുള്ളതാണ് സൈക്കോ സോഷ്യൽ എന്ന് പറയുന്നത് അല്ലെ. സൈക്കോ സോഷ്യൽ ആദ്യം മനസ്സിലാക്കി, പിന്നെ നമ്മൾ വീണ്ടും സോഷ്യോളജിയിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നു എന്നുള്ളൊരു സംഭവം വരില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം സോഷ്യോളജിക്കൽ മനസ്സിലാക്കുന്നു, എന്നിട്ട് അതിനെ സൈക്കോളജിക്കൽ ഡൊമൈനായിട്ട് കണക്ട് ചെയ്യുന്നു, എന്നിട്ട് സിന്തറ്റിക് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സ്റ്റേജിലേക്ക് പോകുന്നു. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ എങ്ങനെയാ വരുന്നത്? ആദ്യം എക്സ്പ്ലോറേറ്ററി, സോഷ്യോളജിക്കൽ, സൈക്കോ സോഷ്യൽ, സിന്തറ്റിക്, DBC. അങ്ങനെ ഓപ്ഷൻ നോക്കിക്കേ, ദേ കിടക്കുന്നു, ഈ ചിമിട്ടൽ ഉത്തരം ഇതാ കിടക്കുന്നു. ഓക്കെ, DBC ആണ് ആൻസർ. ഓക്കെ, സെറ്റ് അല്ലേ? അത് ക്ലിയർ അല്ലേ? അപ്പൊ നോക്കുക, ക്രോണോളജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ലോജിക്കലി ചിന്തിക്കുക. ചിലപ്പോൾ അതേ പേരിലായിരിക്കില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ സ്റ്റഡി എന്നുള്ളതായിരിക്കും ചിലപ്പോൾ എങ്ങനെ തന്നിട്ടുണ്ടായിരിക്കുക, ഇങ്ങനെ തന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ശരി. അടുത്ത നോക്കിയേ, അറേഞ്ച് സ്റ്റെപ്സ് ഓഫ് എവിഡൻസ് ബേസ്ഡ് ഗ്രൂപ്പ് വർക്ക് പ്രോസസ് പ്രൊപ്പോസ്ഡ് ബൈ മെഗോവൻ ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ ആണ്, ശ്രദ്ധിക്കുക. ഡിസെൻഡിങ് ഓർഡർ എന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്ര നേരം അറ്റൻഡ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും അസെൻഡിങ് ഓർഡർ ആയിരുന്നു. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിസെൻഡിങ് ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഫോർമുലേറ്റിംഗ് ആൻസറബിൾ ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്ലൈയിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ എവിഡൻസ്, എവിഡൻസിനെ അപ്ലൈ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. സെർച്ചിങ് ഫോർ എവിഡൻസ്, കൊള്ളാം, എവിഡൻസിനെ സെർച്ച് ചെയ്യുന്നു നമ്മൾ. ക്രിട്ടിക്കലി റിവ്യൂവിംഗ് ദ എവിഡൻസ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എവിഡൻസിന് സെർച്ച് ചെയ്യുന്നു. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുക, എവിഡൻസ് കണ്ടുപിടിക്കണം, തെളിവ് ആദ്യം കണ്ടുപിടിക്കണം നമുക്ക്. അപ്പൊ തെളിവ് കണ്ടുപിടിക്കുക, C എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരിക, എവിഡൻസ് ഇവാലുവേറ്റ് ചെയ്യലും എവിഡൻസ് ക്രിട്ടിക്കലി റിവ്യൂ ചെയ്യലും ഒക്കെ വരിക അല്ലെ. C കഴിഞ്ഞിട്ടായിരിക്കും Bയും Dയും വരിക. പക്ഷേ ശ്രദ്ധിക്കുക, C കഴിഞ്ഞിട്ടാണ് Bയും Dയും സാധാരണഗതിയിൽ വരേണ്ടത്. പക്ഷെ ഇവിടെ ഡിസെൻഡിങ് ഓർഡർ അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഡിസെൻഡിങ് ഓർഡർ നമ്മൾ പ്രത്യേകത എന്താ, Cക്ക് മുന്നേ ആയിരിക്കും, നമ്മൾ റിവേഴ്സ് ഗിയറിലല്ല എഴുതുന്നുണ്ടായിരിക്കാം. അപ്പൊ Cയുടെ മുന്നേ ആയിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കുക, Bയും Dയും വരുന്നുണ്ടായിരിക്കും അല്ലെ. നമ്മൾ ഓർഡർ തിരിച്ചെഴുതുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിക്കോ, എന്നിട്ട് അതിന്റെ ഉൾട്ടിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ നോക്കിക്കേ, അപ്പൊ ഈ ഒരൊറ്റ ഉത്തരം നമുക്ക് അറിയുള്ളൂ കേട്ടോ, എവിഡൻസ് സെർച്ച് ചെയ്യാന്നുള്ളത്. C കഴിഞ്ഞിട്ടാണ് Bയും Dയും വരേണ്ടത്, റിവേഴ്സ് ഓർഡറിൽ കേട്ടോ. ബാക്ക് നിന്ന് നോക്കുമ്പോൾ C കഴിഞ്ഞിട്ടാണ് Bയും Dയും വരുന്നത്, അങ്ങനെ ഓർത്ത് വെക്കാം നമുക്ക് അല്ലെ.
ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് സി കഴിഞ്ഞിട്ടേ ബിയും ഡിയും വരാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ സി കഴിഞ്ഞിട്ടേ ബിയും ഡിയും വരാൻ പാടുള്ളൂ. സി കഴിഞ്ഞിട്ടേ ബിയും ബാക്കിൽ നിന്നാണ് നോക്കുന്നത്. സി കഴിഞ്ഞിട്ട് കണ്ടോ സിയുടെ മുന്നേ ബി വന്നു, അപ്പൊ നമുക്ക് വെട്ടാം. ഇത് വരില്ല. ഇത് വരുമോ? സി കഴിഞ്ഞിട്ട് ഇതും വരില്ല. സി കഴിഞ്ഞിട്ട് ഒന്നുമില്ല. ലാസ്റ്റ് ഓപ്ഷനാ സി. ബാക്കിൽ നിന്നാണ് നോക്കുന്നത്. ഇതിൽ ഡി സി ബി എ ഇത് വരുമോ? ഇല്ല. സി കഴിഞ്ഞിട്ട് ബിയും ഡിയും വരാവൂ. ഇത് വരുമോ? സി കഴിഞ്ഞിട്ടല്ലേ ബിയും ഡിയും വരുന്നേ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ എവിഡൻസ് സെർച്ച് ചെയ്യാന്നുള്ള ഒറ്റ ഓപ്ഷനെ നമുക്ക് അറിയുള്ളൂ. എവിഡൻസ് കിട്ടിയാലേ നമുക്ക് അതിന് ഇവാലുവേറ്റ് ചെയ്യാനും ക്രിട്ടിക്കലി റിവ്യൂ ചെയ്യാനും പറ്റുള്ളൂ. അത് രണ്ടുമാണ് ബിയും ഡിയും എന്നുള്ള ഓപ്ഷൻ. അപ്പൊ ബാക്ക് നോക്കുന്ന സമയത്ത് ഡിസെൻഡിങ് ഓർഡറിലായതുകൊണ്ടാണ് ഞാൻ ബാക്ക് നോക്കുന്നത്. ഡൗട്ട് ആവരുത് കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ ആദ്യം ആൻസറബിൾ ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്തു, പിന്നെ എവിഡൻസ് സെർച്ച് ചെയ്തു, പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ക്രിട്ടിക്കലി റിവ്യൂ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇത്രയാണ് അതിന്റെ ഓപ്ഷൻസ് വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ എ സി ഡി ബി ആണ്, അല്ലെങ്കിൽ ബി ഡി സി എ അതാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഡിസെൻഡിങ് ഓർഡർ ആയതുകൊണ്ടാണ് ഞാൻ ബാക്ക് നിന്ന് സി കഴിഞ്ഞിട്ട് ബിയും ഡിയും വരുന്ന രീതി എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, അടുത്ത് നോക്കിക്കേ. Which among the following countries was the earliest to give women the right to vote? വിമന് റൈറ്റ് ടു വോട്ട് കൊടുത്തത് ഇതിൽ ഏത് രാജ്യമാണ്? സിമ്പിൾ ആണ്, നമ്മളൊരു ലോജിക് വെച്ച് ചിന്തിച്ചാൽ മതി. ഇന്ത്യ എല്ലാം നമുക്ക് അറിയുന്ന കാര്യമല്ല. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് നമുക്ക് യൂണിവേഴ്സൽ വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി ഒക്കെ വരുന്നത്. അപ്പൊ അത് വിട്ടോ, നിങ്ങളത് വിട്ടോ, അത് നോക്കണ്ട. ഇന്ത്യ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ പോർച്ചുഗീസ് ഉണ്ട്, ഐസ്ലാൻഡ് ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഏത് രാജ്യമായിരിക്കാനാണ് ചാൻസ് കൂടുതലുള്ളത്? ന്യൂസിലൻഡ് ആണ് വരുന്നത് കേട്ടോ. ന്യൂസിലൻഡാണ് അതിന്റെ ഉത്തരം വരുന്നത്. ന്യൂസിലൻഡിലാണ് വിമന് ആദ്യം വോട്ടിംഗ് റൈറ്റ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ശരി. കഴിഞ്ഞ് നോക്കിയേ. Who founded WMCA, Young Men's Christian Association, in the year 1844? കണ്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് വർഷമൊക്കെ തന്നിട്ടുണ്ട്. ഒരു കാര്യമില്ല നമുക്ക് അല്ലെ. WMCA അല്ല, YMCA ആര് സ്ഥാപിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫേമസ് ആണ്, ഭയങ്കര കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ കുറെ സ്ഥലത്തൊക്കെ കാണുന്നു അല്ലേ YMCA. അപ്പൊ YMCA ബോർഡൊക്കെ കാണുന്ന സമയത്ത് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ അതിലെവിടെയെങ്കിലും ഒക്കെ കിടക്കുന്നുണ്ടാവും പുള്ളിയുടെ പേര്. ഓക്കെ, ശരി. YMCA വരുന്നത് ജോർജ് വില്യം ആണ് വരുന്നത് കേട്ടോ. ജോർജ് വില്യം ആണ്. ഭയങ്കര ഫാക്ച്വൽ ആണ്, അതുകൊണ്ടാണ് അത് ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. YMCA സ്ഥാപിച്ചത് ജോർജ് വില്യം ആണ്. 1844 ആണ്. കുറച്ച് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യം നെറ്റിന് വരുന്നതാണ്. ആരാണ് സ്ഥാപിച്ചത്, ഏതാണ് വർഷം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. പത്രത്തിൽ വരുന്നതാണ് YMCA ആരാണ് സ്ഥാപിച്ചത്. ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം. നീതി ആയോഗ് എന്തിനെ റീപ്ലേസ് ചെയ്ത് വന്നാണ്? നമ്മൾ റീപ്ലേസ്മെന്റ് പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഗാട്ട് ഏതിനെ റീപ്ലേസ് ചെയ്ത് വന്ന ഏതാ? WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നു 1995. അതേപോലെ നീതി ആയോഗ് എന്തിനെ റീപ്ലേസ് ചെയ്ത് വന്നത്? പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്താണ്. 2015 പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ആരെന്ന് പറയുന്നത്? നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗിന്റെ ചെയർമാൻ ആരായിരിക്കും? നീതി ആയോഗിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും കേട്ടോ. ഓർത്ത് വയ്ക്കുക, പ്രൈം മിനിസ്റ്റർ ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്. ഓക്കെ, ശരി. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, NIT ആയിട്ടോ. നീതിയുടെ ഫുൾ ഫോം അതാണ് വരുന്നത്. അപ്പൊ ഓർത്ത് വയ്ക്കുക, നീതി ആയോഗ് എന്നുള്ള സാധനം കാണുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണം. അതിന്റെ ചെയർമാൻ ആരാണ്, അതിന്റെ ഫുൾ ഫോം ആണ്, ഏത് വർഷമാണ് വന്നത്, എന്ത് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്, പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അറേഞ്ച് ദ ഫംഗ്ഷണറീസ് ഇൻ ദയർ കറക്റ്റ് സീക്വൻസ്. ഇത് നമ്മൾ ഒരുപാട് ചിന്തിച്ചാൽ നമുക്ക് ഡൗട്ട് ആവുന്നതും എന്നാൽ ഒട്ടും ചിന്തിക്കാതെ ഡയറക്റ്റ് ഉത്തരം എഴുതി കഴിഞ്ഞാൽ ശരിയാവുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും. പക്ഷെ ഇതിന്റെ ഉത്തരം കീഴിൽ വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ നോർമലി ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ പവർ ഉള്ളതിൽ ആർക്കായിരിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കിയേ. ക്യാബിനറ്റ് സെക്രട്ടറിക്ക് ആയിരിക്കോ, ചീഫ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കോ, ചീഫ് സെക്രട്ടറിക്ക് ആയിരിക്കോ, അതോ ചീഫ് ജസ്റ്റിസിനായിരിക്കോ, ചീഫ് ഇലക്ഷൻ കമ്മീഷനായിരിക്കോ? നോർമലി ചിന്തിക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടുക? CJI അല്ലെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസിനായിരിക്കും ഏറ്റവും കൂടുതൽ പവർ. അങ്ങനെ തന്നെയാണ് ഇതിന്റെ ഉത്തരം വന്നത്. രണ്ടാമത് ക്യാബിനറ്റിലുള്ള മിനിസ്റ്റർക്കാണ് പവർ വരുന്നത്. മൂന്നാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും, നാലാമത് ക്യാബിനറ്റ് സെക്രട്ടറിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ക്യാബിനറ്റ്, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ലേ, അപ്പോൾ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ബാലൻസ് ഉള്ളതല്ലേ, അപ്പൊ നമുക്ക് ക്യാബിനറ്റ് മിനിസ്റ്റർക്കാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നതല്ലേ വലുത്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ചിന്തിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കുറെ ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒട്ടും ചിന്തിക്കാതെ അതിന്റെ ഉത്തരത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ അവരുടെ ഉത്തരം ശരിയായിട്ടുണ്ടായിരിക്കും. സോ എങ്ങനെയാ വരുന്നതിന്റെ ആൻസർ എന്ന് പറയുന്നത് CBDA സെക്കൻഡ് ഓപ്ഷൻ ആണ് വരുന്നത് കേട്ടോ. ഒത്തിരി ചിന്തിച്ചവർ കുറെ പേരുടെ ഉത്തരം തെറ്റിയിട്ടുണ്ട്. പക്ഷെ ഒട്ടും ചിന്തിക്കാതെ കുറെ പേരെ ശരിയാവും ചെയ്തത് DBCA. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനെ എപ്പോഴും വരുന്നതല്ലാട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണല്ലോ ഫുള്ള് വരിക എന്നൊന്നും വിചാരിക്കരുത്. ഈ ഒറ്റ വീഡിയോ കാണട്ടെ, കാരണം ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്തടുത്ത് വന്നിട്ടുണ്ട്. സോ ഈ ഒറ്റ വീഡിയോ കണ്ടിട്ട് നെറ്റ് മൊത്തം ടഫാണെന്ന് വിചാരിക്കരുത്. ഇതിന് മുന്നേ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് ഇതേപോലെ നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ ഒക്കെ വെച്ചിട്ട് എങ്ങനെ ഉത്തരത്തിലെത്താം എന്ന് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മുന്നത്തെ വീഡിയോസ് നോക്കുക. ഈ ഒറ്റ വീഡിയോ കണ്ടിട്ട് നെറ്റ് ഡിഫിക്കൽട്ട് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. ഓക്കെ,
ശരി, ഈ ഒരു ബൈഹാർട്ട് പഠിക്കാൻ സ്കിൽ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ ഭയങ്കര എളുപ്പമായിരിക്കും അല്ലെ. ഇതിൽ പറയുന്ന സംഭവങ്ങളൊക്കെ ബൈഹാർട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ എളുപ്പം അറിയുന്ന സംഭവമായിരിക്കും. കുറച്ച് ബൈഹാർട്ട് പഠിച്ച കൺസെപ്റ്റ് ആണ് ഈ ഒരു ഇതിൽ വരുന്നത്. ഓക്കെ, ശരി. അപ്പൊ അത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 10 ക്വസ്റ്റ്യൻസ് ഓൺ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ത്രൂ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു. ഓക്കെ, ശരി. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.